ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ റോസ്മേരി വാട്ടർ പ്രിപ്പറേഷൻസ് ആണ് കേട്ടോ. നമ്മുടെ ലൈഫ് എല്ലായ്പ്പോഴും ഒരു 90% കോപ്പിയടിയാണെന്ന് തന്നെ പറയാം. കാരണം നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്നത് എങ്ങനെയാണ്, അത് ചെയ്താൽ നമ്മുടെ ലൈഫിൽ സക്സസ് ആവുമോ അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാറുണ്ടല്ലേ. അതുപോലെ ഒരു കോപ്പി അടിച്ചൊരു കാര്യമാണ് കേട്ടോ ഇത്. കാരണം ഇന്ന് ഒരുപാട് ആളുകൾ ഈ റോസ്മേരി ലീവ്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ റോസ്മേരി ലീവ്സിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വീഡിയോസിലും ഗൂഗിളും ഒക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഹെയറിന് നല്ലൊരു ബെനഫിറ്റാണ് ഈ റോസ്മേരി ലീവ്സ് അതുകൊണ്ടുണ്ടാക്കുന്ന ഈ ടോണർ എന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് കൂടുതലായിട്ട് എനിക്കല്ല, ഇതെൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തുണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻസിലേക്ക് പോവാം. എന്തായാലും കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്, ചെറിയൊരു സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മേടിച്ചിട്ടുള്ളത് ഗ്രീൻ ഹെൽത്തിൻ്റെയാണ് മേടിച്ചിട്ടുള്ളത്. ഗ്രീൻ ഹെൽത്തിൻ്റെ ഒരു 25 ഗ്രാംസ് ആണ്, 50 രൂപയ്ക്കാണ് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. ആദ്യം ഒരു പാത്രം എടുക്കാം. പല ആളുകളും പല ടൈപ്പിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതി ഇങ്ങനെയാണ്. എന്നിട്ട് അതിലേക്ക് 2 സ്പൂൺ നമ്മൾ റോസ്മേരി ലീവ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്, ഒരുപാട് ഇട്ട് കൊടുക്കുന്നില്ല. ഇതിപ്പോൾ ഒരു 1 വീക്കിനൊക്കെ ഉണ്ടായിരിക്കും. എന്നിട്ടിത് നമുക്ക് ബാക്കി ലീവ്സ് എടുത്ത് വെച്ചിട്ട് വീണ്ടും ഇതുപോലെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. ഇനി 2 സ്പൂണ് നമ്മൾ ഈ ഒരു റോസ്മേരി ലീവ്സ് എടുത്തല്ലോ, ഇനി അതിലേക്ക് 1 സ്പൂണ് കരിഞ്ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. 1 ടീസ്പൂൺ കരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂണ് ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നാടൻ കറിവേപ്പില നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്, അത് തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. 2 സ്പൂണ് ഈ റോസ്മേരി ലീവ്സിലേക്ക് 2 ഗ്ലാസ് വെള്ളം, അങ്ങനെയാണ് ഞാൻ കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ 2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായി തിളപ്പിച്ചിട്ട് ഒരു 1.5 ഗ്ലാസ് ആക്കി മാറ്റിയെടുക്കാം കേട്ടോ. 1.5 ഗ്ലാസ് ആക്കിയിട്ട് എടുക്കാം. പിന്നെ നമുക്കിത് തിളപ്പിച്ചെടുക്കാം കേട്ടോ. മോൾക്ക് വേണ്ടിയാണ് അമ്മ ഇത് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു നോക്കുമ്പോൾ അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അവൾ തന്നെയാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ ഇങ്ങനെ ഇളക്കാൻ വേണ്ടിയിട്ട്. അതിലിടയ്ക്ക് കൈയൊക്കെ പൊള്ളുന്നുണ്ട്. ഇപ്പോൾ എന്തോ അറിയില്ല, ആൾക്ക് ഇപ്പോൾ കുക്ക് ചെയ്യുന്നതൊക്കെ ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ട് കളറൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മളിതിൽ കരിഞ്ജീരകവും ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ, കരിഞ്ജീരകം, വേപ്പില, അതിൻ്റെ ഒക്കെ ഒരു സ്മെല്ലും അതുപോലെ ആ കളറിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. നന്നായി തിളച്ചിട്ടൊരു 1.5 ഗ്ലാസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. നന്നായിട്ട് ചൂടാറട്ടെ. എന്നിട്ട് നമുക്കിതൊരു വേറൊരു ബോട്ടിലേക്ക് മാറ്റിയെടുക്കാം. നന്നായി ചൂടാറിയതിന് ശേഷം ഞാനതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ വേസ്റ്റൊക്കെ കളഞ്ഞൊന്ന് അരിച്ചെടുത്തു. ഇനി നമുക്ക് ഇതുപോലൊരു സ്പ്രേ ബോട്ടിലേക്ക് ഇത് മാറ്റിയെടുക്കാം കേട്ടോ. ഇനി ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കാം. പിന്നെ ഇത് മുഴുവനായിട്ട് ഈ സ്പ്രേ ബോട്ടിലേക്ക് ആവശ്യമില്ല, കുറച്ച് ഈ സ്പ്രേ ബോട്ടിൽ കൊള്ളത്തുള്ളൂ. അപ്പോൾ നമുക്ക് വേറൊരു ബോട്ടിലും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. മാക്സിമം ഒരു 1 വീക്കിനൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ ഇത് ഒരുപാട് ബെനിഫിറ്റ് തരുന്നുണ്ട്. ഇത് തേച്ചൊരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ തന്നെ ലിച്ചുവിന് നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.